ഡിയേഴ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നിതാ നമുക്കൊരു പെട്ടെന്നൊരു ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ പെട്ടെന്നൊരു കറി തട്ടിക്കൂട്ടണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സ് ആയി നിൽക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ മിക്ക പ്രവാസികളും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അധികം ആളും ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു പരിപ്പിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള പരിപ്പ് ചുവന്ന പരിപ്പും പിന്നെ ചെറുപയറിൻ്റെ പരിപ്പും ഈക്വലായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. രണ്ടും മിക്സാക്കി എടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, സാമ്പാറിൻ്റെ പരിപ്പാണെങ്കിൽ ഏതായാലും മതി, കയ്യിലുള്ള പരിപ്പ് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ കഴുകി എടുത്തിട്ട് 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് കിട്ടും, കുക്കറിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. 1-1.5 ഗ്ലാസ് വെള്ളം മതിയാകും. അത് ഞാൻ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിതാ നല്ലോണം തിളച്ചിപ്പോൾ ഒരു സൈഡിലത് വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത അടുപ്പത്തായിട്ട് നമുക്കൊരു പാത്രം വെക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏത് ഓയിലായാലും മതി. ഇനി ഈ ഒരു ഓയിലിലേക്ക് ഇതാ കടുക് പൊട്ടിച്ച് അതിന് ശേഷം ഇതിലേക്ക് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് നമുക്ക് അത് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇതാ ഒരു ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഒന്ന് നമുക്ക് ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇത് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഉള്ളിയിലേക്ക്. ഉള്ളി ഇതാ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെളുത്തുള്ളി പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ മുറിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ഈ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്കുള്ള മസാലയായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്തത്. അതെല്ലാം ഒന്നങ്ങ് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കായപ്പൊടി ചേർക്കാം. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒരു 1/4 ടീസ്പൂൺ മതിയാകും. അപ്പോൾ മിക്ക പ്രവാസികളും ഈ ഒരു കറി ഉണ്ടാക്കാത്ത പ്രവാസികൾ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇത് കാണുന്ന പ്രവാസികൾ ഉണ്ടെങ്കിൽ ഇതുപോലെയാണോ നിങ്ങൾ ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഇതിലേക്കിതാ ഒരു തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി ഇതിലിട്ടിട്ട് ഇനി നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞിതാ നല്ലോണം ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ അടുപ്പത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പരിപ്പ് നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വന്നാൽ മതി. ഞാനിപ്പോൾ ഈ ഒരു പരിപ്പ് പെട്ടെന്ന് വേകുന്നതുകൊണ്ടാണ് ഇപ്പം പാത്രത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ വന്നാൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു തക്കാളിക്കൂട്ട് നമുക്ക് പരിപ്പിലേക്ക് ചേർത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കരുത്. എന്നിട്ട് നമുക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, മല്ലിയില അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്താൽ മതി. ഇതിനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പം 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടാണ് സ്റ്റൗ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രവാസി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പ്രവാസി കറി എന്ന് പേരിടാൻ കാരണം മിക്ക ബാച്ചിലേഴ്സ് ആയവരും ഈ ഒരു കറി തന്നെയായിരിക്കും മിക്ക റൂമിലും ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇത് കാണുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഫാമിലി ആയിട്ടുള്ളവരാണെങ്കിലും മിക്കവാറും ഈ കറി തന്നെയായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത, ലൈക്ക് ചെയ്ത, ഷെയർ ചെയ്ത, കമൻറ്റ് ചെയ്ത. താങ്ക് യു.